പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്താവന അത് ആലപ്പുഴയിൽ നിന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റേതാണ്. മുസ്ലിം ലീഗിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച് വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. മുസ്ലിം ലീഗ് ഒരു ജനാധിപത്യ ബോധമില്ലാത്ത, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അത് കേവലം ഒരു മലപ്പുറം പാർട്ടിയാണ്. ഈ മലപ്പുറം പാർട്ടിക്ക് അങ്ങേയറ്റത്തെ ധാർഷ്ട്യമാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. മാത്രമല്ല, അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നത്, മാറാട് കലാപം നടക്കുന്ന ഘട്ടത്തിൽ, അതായത് കോഴിക്കോട് മാറാട് കടപ്പുറത്ത് NDF-ന്റെ ഇസ്ലാമിക ഭീകരവാദികൾ 8 ഹിന്ദുക്കളെ വെട്ടിക്കൊലപ്പെടുത്തുന്ന സമയത്ത് ഈ സംസ്ഥാനത്ത് അധികാരത്തിലിരുന്നത് മുസ്ലിം ലീഗാണ് എന്ന കാര്യം കൂടി വെള്ളാപ്പള്ളി നടേശൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണം കാണാം. ഈ മതേതരത്വം ജനാധിപത്യം പറയുന്ന ലീഗ് അധികാരത്തിൽ വരുമ്പോൾ നിങ്ങളെന്ന് അറിയാമല്ലോ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയല്ലേ? ആ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇവിടുത്തെ ജനാധിപത്യത്തെ തകർത്തവരല്ലേ ഇവർ? മലപ്പുറത്ത് പ്രഖ്യാപിച്ചില്ല അവരുടെ മന്ത്രിമാരും വകുപ്പും. ഈ കോൺഗ്രസ്സുകാർക്ക് വല്ലതും ചെയ്യാനത്തോ? ഏറാമൂന്ന് മാത്രമല്ലേ ചെയ്തത്? അപ്പം ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്തവരല്ലേ, ജനാധിപത്യം കശാപ്പ് ചെയ്തവരാണ് ലീഗുകാർ. അവിടെ ദാർഢ്യവും അഹങ്കാരവും മണിപ്പവറും മസിപ്പവറും മാൻ പവറും ഉണ്ട് എന്നുള്ള തോന്നലോടുകൂടി ആരോട് എന്ത് ചെയ്യാനുള്ള അഹങ്കാരം. അതല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്ത് ഉമ്മൻചാണ്ടി ഇരിക്കെ മുഖ്യമന്ത്രിയോട് ആലോചിക്കാതെ അവരുടെ മന്ത്രിമാരെ പ്രഖ്യാപിക്കുകയും വകുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്ത 5ാം മന്ത്രിയും കൂടെ എടുത്ത കേരളത്തിൽ, ഇന്ത്യയിൽ അങ്ങനെ ഒരു ചരിത്രമുണ്ടോ ജനാധിപത്യത്തിൽ? സുധീഷ് ഗോപാലുണ്ട് ആലപ്പുഴയിൽ നിന്ന്. സുധീഷ്, വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം മുസ്ലിം ലീഗിനെ രൂക്ഷ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം രാഷ്ട്രീയ നിലപാടുകൾ അത് അദ്ദേഹം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. UDF-നൊപ്പം അധികാരത്തിലുണ്ടായിരുന്ന സമയത്ത് മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി ഊറ്റി മുസ്ലിം ലീഗ് എടുത്ത കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, വളരെ ശ്രദ്ധേയമെന്നത്, മാറാട് കലാപം നടക്കുന്ന ഘട്ടത്തിൽ ഏതാണ്ട് കടൽ തീരത്ത് 8ഓളം ഹിന്ദുക്കളെ NDF ഭീകരവാദികൾ വെട്ടിക്കൊലപ്പെടുത്തുന്ന സമയത്ത് അന്ന് ആ സംഭവത്തെപ്പറ്റി അന്വേഷിച്ച തോമസ് P. ജോസഫ് കമ്മീഷൻ റിപ്പോർട്ട് മുസ്ലിം ലീഗിനെ രൂക്ഷ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. ആ കമ്മീഷൻ റിപ്പോർട്ട് പ്രതിപട്ടികയിൽ നിർത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗാണ്. ആ കാര്യങ്ങളെല്ലാം എണ്ണമിട്ട് പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ വിമർശനമാണല്ലോ ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടത്തിയിരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ തനിനിറം അത് വ്യക്തമാക്കുന്നത് തന്നെയായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ ഇന്നത്തെ പ്രസ്താവനകൾ. അതിലേറ്റവും പ്രധാനമായും മുസ്ലിം ലീഗ് ഒരു മുസ്ലിം മത അധിഷ്ഠിത പാർട്ടി തന്നെയാണ്, മലപ്പുറത്തിന് വേണ്ടി ഇല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം വാദിക്കുന്ന പാർട്ടിയാണ് എന്നത് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ മതസൗഹാർദ്ദമല്ല അവർ വെച്ചു പൊറുപ്പിക്കുന്നത്, അവർ മറ്റ് മതങ്ങളെ അടിച്ചു താഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതാണ് വെള്ളാപ്പള്ളി എടുത്തു പറയുന്നത്. അതിൻ്റെ ഉദാഹരണമായി മാറാട് കലാപം മുസ്ലിം ലീഗ് അധികാരത്തിലുള്ള സമയത്ത് നടക്കുന്നത് എന്നതും എടുത്തു പറയുന്നു. അതോടൊപ്പം തന്നെയാണ് അവർ മന്ത്രിയായിരിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് ആനുകൂല്യം കിട്ടാൻ വേണ്ടി സർക്കാരിനെ കൊണ്ട് ഉത്തരവിറക്കിക്കുന്നു. ഇതേ സമയം മറ്റ് സമുദായങ്ങളെയും മതങ്ങളെയും എല്ലാം അവഗണിക്കുന്നു. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവരെ വർഗീയവാദിയായി, തീവ്രവാദിയായി ചിത്രീകരിക്കുന്നു. അതിന് ഏറാമൂലികളായി കോൺഗ്രസ് നിൽക്കേണ്ടി വരുന്നു എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ കെ സുധാകരൻ്റെ അടക്കം പ്രസ്താവനകളെ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ആ ആധിപത്യം അത് പണം കൊണ്ടായാലും ശക്തി കൊണ്ടായാലും ആൾബലം കൊണ്ടായാലും എല്ലാം അവർ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നു എന്നത് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇതേ സമയം തന്നെ മുസ്ലിം ലീഗിന് പല മുഖങ്ങളുണ്ട് എന്നത് ചൂണ്ടിക്കാണിക്കുന്നു. ഒരു കാലത്തും വിശ്വസിക്കാൻ പറ്റിയവരല്ല മുസ്ലിം ലീഗ് എന്നതും വെള്ളാപ്പള്ളി നടേശൻ വിലയിരുത്തുന്നു. തന്നെ വീണ്ടും അവർക്കൊപ്പം നിൽക്കാൻ വേണ്ടി ക്ഷണിച്ചെങ്കിലും അവരോട് തന്നെ വ്യക്തമായി പറഞ്ഞു, നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല, നിങ്ങൾക്കൊപ്പം വന്നാൽ നമ്മുടെ സമുദായം തന്നെ പുറത്താക്കും എന്നതടക്കം ചൂണ്ടിക്കാണിച്ചു എന്നത് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു സമീപനത്തിൻ്റെ പേരിലാണ് തന്നെ വേട്ടയാടുന്നതും തന്നെ ഒരു വർഗീയവാദിയായി ചിത്രീകരിക്കുന്നതും എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാട്ടുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ഈ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച ഇല്ലെങ്കിൽ അവർ നടപ്പാക്കിയ വിവിധ ദുരുദ്ദേശപരമായ കാര്യങ്ങളും വ്യക്തമാക്കുന്നത്. അതിൽ പൂർണ്ണമായും വിദ്യാലയങ്ങൾ അനുവദിച്ചാൽ പോലും അവരിലെ സമ്പന്നരുടെ ട്രസ്റ്റുകൾക്കായി അത് മാറ്റുന്നു. താഴെത്തട്ടിലുള്ള സാധാരണ മുസ്ലിങ്ങൾക്കോ പാവപ്പെട്ടവർക്കോ ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. മലപ്പുറം ഭാഗത്ത് ഈഴവർക്കോ മറ്റ് സമുദായങ്ങൾക്കോ ഒരു വിദ്യാലയം പോലും നൽകുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ ചിലർ മുസ്ലിം ലീഗിനെ പൂർണ്ണമായും അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ ജനപ്രതിനിധിയായി വരുന്ന അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ മുസ്ലിം ലീഗ് അധികാരത്തിൽ വരുമ്പോൾ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലെങ്കിലും മറ്റേതെങ്കിലും ഒരു മതസ്ഥരെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ എന്നതാണ് വെള്ളാപ്പള്ളി ചോദിക്കുന്നത്.
ഈ രീതിയിൽ ശക്തമായ ഭാഷയിലായിരുന്നു വെള്ളാപ്പള്ളി മുസ്ലിം ലീഗിനെ വിമർശിച്ചത്. താൻ ഈ പറഞ്ഞതിലെല്ലാം ഉറച്ചു നിൽക്കും, ഏത് രീതിയിലുള്ള ഭീഷണി ഉണ്ടായാലും ഇതിൽ നിന്ന് പിന്മാറില്ല, താൻ പറഞ്ഞ വാക്കുമായി മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതേ സാഹചര്യത്തിൽ തന്നെ വിവിധ കാര്യങ്ങൾ താൻ അഭിപ്രായം പറയുമ്പോൾ അതിനെ എതിർക്കാൻ 9 MP-മാരെ കേരളത്തിൽ നിന്ന് നോമിനേറ്റ് ചെയ്തപ്പോൾ 7 പേരും മറ്റ് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ളതാണ് എന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ മറ്റാരും ക്രൈസ്തവ സഭ പോലും എതിർത്തില്ല, തനിക്കെതിരെ ഒന്നും പറഞ്ഞില്ല. പക്ഷേ മുസ്ലിം ലീഗ് മാത്രമാണ് അതിനെതിരെയും രൂക്ഷമായ വിമർശനവുമായി തനിക്കെതിരെ എത്തിയത് എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളും ചൂണ്ടിക്കാട്ടുമ്പോഴാണ് അവർ അസ്വസ്ഥരാകുന്നത്. അത്തരത്തിൽ അസ്വസ്ഥരാകുന്നതിന് പിന്നിൽ തന്നോടുള്ള മറ്റു വൈരാഗ്യവും ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുന്നു. അതേ സാഹചര്യത്തിൽ തന്നെ അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ വലിയ പരാജയം ഇടതുമുന്നണിക്ക് ഉണ്ടാവാൻ കാരണം അവിടുത്തെ മേയറുടെ ധാർഷ്ട്യവും അഹങ്കാരവുമാണ് എന്നതാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകയായി കാണാൻ സാധിക്കില്ല എന്നും പറയുന്നു. ഇതോടൊപ്പം തന്നെയാണ് കൊല്ലത്ത് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി അനുവദിച്ചതിൽ വലിയ രീതിയിൽ താൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ അവിടെ വെച്ച വൈസ് ചാൻസലറെ അടക്കം മലപ്പുറത്തുനിന്നുള്ളവരെ കൊണ്ടുവന്നുകൊണ്ട് അധിക്ഷേപിക്കുന്നതിന് സമമായിരുന്നു അവിടെ നടപ്പാക്കിയ കാര്യങ്ങൾ. ജലീലാണ് അതിന് അന്ന് നേതൃത്വം നൽകിയത്. അത്തരത്തിൽ ചെയ്യുമ്പോൾ അവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ഫോട്ടോ വെക്കാൻ പോലും തയ്യാറായിരുന്നില്ല എന്നതടക്കമുള്ള വിമർശനമാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെയാണ് ആദ്യ പിണറായി സർക്കാരിൻ്റെ അത്രയും മികച്ച ഒരു മന്ത്രിമാരും ഈ രണ്ടാം പിണറായി സർക്കാരിലില്ല. അത് 2020 പോലെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാവാത്തതിന് കാരണമായി എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പമാണ് മുൻ മന്ത്രി ജി സുധാകരനെ പോലെയുള്ളവരെ ഒഴിവാക്കി നിർത്തിയത് ഗുണമല്ല, അത് തെറ്റായ ഒരു തീരുമാനമാണ് എന്നുകൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തു തന്നെയായാലും ആരാവും ഇനിയും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നത് കാണാൻ കഴിയില്ല. BJP കാര്യമായ മുന്നേറ്റം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും അദ്ദേഹം വിലയിരുത്തുന്നു. ഗൗതം.